ഹായ് നമസ്കാരം, ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഫിഷിംഗ് വീഡിയോ അല്ല, വീഡിയോ പാൽക്കുളമാണ്. പാൽക്കുളം എൻ്റെ കൂടെ ഉള്ളത് ശ്രീജിത്തുണ്ട്, നിതിൻ ശ്രീജിത്ത്. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ സ്പോട്ടിൽ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. അത് നല്ല സ്പോട്ടാണ്, നല്ല വ്യൂ തന്നെ കാണാം. ബാക്കി ഇനി ഓഫ് റോഡ് നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസാണ്, അതിൻ്റെ റിവ്യൂ കൂടി ഉണ്ടത്. അപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി തന്നെയുണ്ട്. നല്ല സ്റ്റെബിലൈസേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഓഫ് റോഡ് കാരണം എങ്ങനെയാണ് നമുക്കത് ഓഫ് റോഡ് ചെല്ലുമ്പോൾ നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന്. അപ്പോൾ അടുത്ത് നമുക്ക് ഓഫ് റോഡ് ചെയ്ത് പാക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഓഫ് റോഡ് ഇതേ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭാഗം തന്നെ അത്യാവശ്യം എന്താ പൊന്നു മക്കളെ ഇച്ചിരി പാട് തന്നെയാണ്. ശ്രീജിത്ത് അങ്ങോട്ട് ചടി കയറിപ്പോയി, എന്നാലും ബുള്ളറ്റും കയറാനുള്ളൊരു പരിശ്രമത്തിലാണ്, കാരണം അത് വണ്ടി ഒരിക്കലും മിസ്സിങ് ഉണ്ട്. ഓഫായി പോണു, അതുകൊണ്ടാണ് കേട്ടോ അത്. ഞാൻ ബാക്കിൽ നിൽക്കാനൊക്കെ കയറാനായിട്ട് അവൻ കയറി പോകണമെന്ന് നോക്കിയിട്ട്. എന്നാലും ശരിയാണ്, ചെറിയ മിസ്സിങ് ഉണ്ട്. അത് ഓവർഫ്ലോ പോകുമ്പോഴും ഹൈ റേഞ്ച് അതുപോലെ ഓഫ് റോഡ് വണ്ടികൾ പോകുമ്പോൾ ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ ഉള്ള ബുള്ളറ്റുകൾക്ക് 350ക്ക് ഇതിൻ്റെ ഓവർഫ്ലോ പോകും, പെട്രോൾ പുറത്തേക്ക് പോയിട്ടിരിക്കും. അപ്പോൾ ചെറിയൊരു മിസ്സിങ് കാണിക്കും. ആ സമയം ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി എടുക്കുന്ന ഒരു വിഷയമില്ല, സുഖമായിട്ട് ചാടിത്തുള്ളിൽ കയറി പോകും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് നോക്കേണ്ടത്. നമ്മൾ വലിയ വലിയ കല്ലൊക്കെ ഒന്ന് വരുമ്പോൾ ഒന്ന് മാറ്റി വിടണം, ഇനി അടിയൊക്കെ തട്ടും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കുന്ന അടുത്തത് പിന്നെയാണെങ്കിൽ മഴ പെയ്തിട്ടേ ഭയങ്കര വഴുക്കില്ല. ഈ വെള്ളമൊക്കെ ഇങ്ങനെ കുത്തി ഒഴുകി പോയിട്ട് ആ ചാല് ഭയങ്കര കുഴിയുള്ള ചാലാണ്. പിന്നെ പോരാത്തന്ന് ഈ സാധനം വണ്ടി നല്ലൊരു തിരയും കുത്തിയിരുന്നു. നല്ല കട്ടുള്ള ടയറൊക്കെ ആയാലും പിടിച്ച് കയറിപ്പോയി, എന്നാലും തെരച്ചിൽ കൂടുതലാണ്. അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്ത് റോഡ് നനഞ്ഞിറക്കണം. അതുകൊണ്ട് വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങൾ പ്രയാസമുണ്ട്. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വർഷക്കാലത്ത് മഴ പെയ്തതിൻ്റെ രീതിയിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് റോഡ് അത്യാവശ്യം ഇപ്പം പറഞ്ഞ പോലെ മനക്കെട്ടുള്ളവർ മാത്രം വണ്ടി കൊണ്ട് കയറാൻ വന്നാൽ മതി, ഇല്ലെങ്കിൽ പണി കിട്ടും. സൂക്ഷിച്ച് കണ്ട് നോക്കിയില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അങ്ങനത്തെ ഒരു അഗാധമായ കുഴികളും ഇതൊക്കെയാണ് അങ്ങനത്തെ ഇതൊരു വഴികളിലൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്.
Know that they ride or die. Cody, brothers, my guys.
എന്താ ജോഹന്റെ കിളി പോലെ കണ്ടേച്ചാ ഇവിടെ ആന പോയിട്ടുണ്ട് ആന ആന ആ കോട്ടിൽ അത് എങ്ങനെ അമ്മ മറ്റേ കുപ്പി പറഞ്ഞത് വണ്ടി രസിയിരിക്കുന്നത് അല്ലല്ല നിങ്ങൾക്ക് തോന്നുന്ന വണ്ടിയിലൂടെ ഈ വീഡിയോക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇറങ്ങണത്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇറക്കും. കാരണം നമ്മൾ വഴികൾ ഇങ്ങനെ ഓടിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ, ഒരു 4 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വഴിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഓടിച്ച് കാണിക്കാത്തത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ ടോപ്പിക്ക് എന്നിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ആ മറ്റേ വീഡിയോയിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാം തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയും ഇതുപോലെ തന്നെ അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ 2 പാർട്ടാക്കി ഇറക്കേണ്ട കാരണം ഇത് ഫസ്റ്റ് പാർട്ട്, രണ്ടാമത്തെ പാർട്ട് ഉടനെ തന്നെ ഇറക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.